പപ്പടത്തിന് മാത്രമല്ല ലേസിന് അടി ഒരു രൂപ ചോദിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ വെട്ടാണ് ചെയ്യണത് അവന്. അപ്പൊ ഇത് ഈ നിങ്ങളാണോ നമ്മളെ കുറ്റം പറയാൻ വരുന്നത്? KL02 കണ്ടാൽ തന്നെ എല്ലാവരും ഓടും. ഏതൊരു ആപത്ത് ഘട്ടം വന്നു കഴിഞ്ഞാലും ആദ്യം ഓടി വരുന്നത് ഞങ്ങൾ കൊല്ലം. ഒരിക്കലുമില്ല, നിങ്ങൾ ചിന്ത മാത്രമാണ്. ആരായാലും ഓടി വരും. ആദ്യം ഞങ്ങൾ ചാടി ഇറങ്ങും. ഇല്ല അങ്ങനെയൊന്നും ഇല്ല. അല്ല അത് ചാടി ഇറങ്ങിയാൽ വെട്ടുകയും ചെയ്യണത്, അല്ലാതെ ചാടി ഇറങ്ങി രക്ഷിക്കാൻ നോക്കൂല. പഴമാണെങ്കിലും കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ വിളമ്പാട് നിൽക്കുന്ന തീർന്ന സ്ഥലം എന്ത് കൊടുക്കാൻ പറ്റും അവർക്ക്? ഇവന്റ് മാനേജ്മെന്റ് അല്ലേ ഇതൊക്കെ തീരുമാനം. അങ്ങനെ കൊടുക്കും. നമുക്ക് ലാഭം വരുമ്പോൾ നമുക്ക് വിഷയം ഉണ്ടാവും. പപ്പടത്തിന് വേണ്ടി ഈഗോ വിഷയമൊക്കെ കാണിക്കുന്നവരൊക്കെ എന്ത് പറയാം? ഒരു രൂപയുടെ കാര്യം അവ കഷ്ടപ്പെട്ടുണ്ടാക്കി ഒരു ആ സമയത്തും പപ്പടം ഇതിലില്ലെങ്കിൽ പഴമില്ലെങ്കിൽ നമുക്കത് ഫുൾഫിൽ ആവത്തില്ലല്ലോ. ഒരു സദ്യ എന്ന് പറയുമ്പോൾ കല്യാണത്തിന് നമ്മൾ സദ്യ കഴിക്കാനാണ് പോകുന്നത്. അനുഭവം എന്താണിത്? നിങ്ങൾ തിരുവനന്തപുരംകാർക്കൊക്കെ കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട് എന്ന് കരുതി. പക്ഷേ തികച്ചും വ്യത്യസ്തമായിട്ട് വീണ്ടും പപ്പടത്തിന് തല്ലുണ്ടാക്കുന്ന ഒരു നാടായിട്ട് തിരുവനന്തപുരം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സുഹൃത്തേ ഇത്? നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? കൊല്ലം. അതെ, നിങ്ങൾ ഇത് മാത്രമല്ലേ കണ്ടോളൂ. അപ്പൊ നിങ്ങളുടെ സ്ഥലത്ത് എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായി നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ ഇതുവരെ? സുഹൃത്തേ, പപ്പടത്തിന് മാത്രമല്ല ലേസിന് അടി ഒരു രൂപ ചോദിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ വെട്ടാണ് ചെയ്യണത് അവന്. അപ്പൊ ഇത് ഈ നിങ്ങളാണോ നമ്മളെ കുറ്റം പറയാൻ വരുന്നത്? തിരുവനന്തപുരത്ത് എന്തൊക്കെ വിഷയങ്ങൾ നടന്നു? തലസ്ഥാനം വെക്കുന്ന ഒരു നഗരമാണ്. ആ നഗരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല. ഇതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യമില്ല. ചിലപ്പോ ഞാൻ പറ്റോ ഒരു കല്യാണം ഇവിടെ ആയിരിക്കും, ചിലപ്പോ 1-2 പേര് ജസ്റ്റ് ഒന്ന് ചാർജ് ആയിട്ട് ഒരുത്തൻ തുടങ്ങിയ അടിയായിരിക്കും, അവനായിരിക്കും പിന്നെ ആ അടി കൂട്ടത്തല്ലായത്. പക്ഷെ നിങ്ങളവിടെ അങ്ങനെയല്ല. മറ്റേ KL02 കണ്ടാൽ തന്നെ എല്ലാവരും ഓടും 4 വഴിക്ക്. എന്റെ സുഹൃത്തെ, ഞങ്ങള് കൊല്ലംകാര് വളരെ നല്ല മനുഷ്യരാണ്. ഏതൊരു ആപത്ത് ഘട്ടം വന്നു കഴിഞ്ഞാലും ആദ്യം ഓടി വരുന്നത് ഞങ്ങൾ കൊല്ലംകാർ. ഒരിക്കലുമല്ല, നിങ്ങൾ ചിന്ത മാത്രമാണ്. ആരായാലും ഓടി വരും. ഏത് ജില്ലയിലുള്ള നല്ല മനുഷ്യരുണ്ടെങ്കിൽ അവർ ഓടി. ഒരിക്കലുമല്ല. ഞങ്ങൾ കുറച്ചുകൂടി ഇന്റൻസീവ് ആണ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുവാണെങ്കിൽ ആദ്യം ഞങ്ങൾ ചാടി ഇറങ്ങും. ഇല്ല അങ്ങനെയൊന്നും ഇല്ല. അല്ല അത് ചാടി ഇറങ്ങി വെട്ടുകയും ചെയ്യണത്, അല്ലാതെ ചാടി ഇറങ്ങി രക്ഷിക്കാൻ നോക്കൂല. സുഹൃത്തെ, ഇത് എല്ലാ നാട്ടിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കും. എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എല്ലാ നാട്ടിലും നല്ലവരായ മനുഷ്യരുണ്ട്, മോശപ്പെട്ട മനുഷ്യരുണ്ട്. പപ്പടത്തിന്റെ പേരിൽ അടി നടന്നത് കൊല്ലത്തല്ല, അത് ആലപ്പുഴയിലാണ്. അല്ല കൊല്ലത്താണ്. അല്ല, ആലപ്പുഴയിലാണ്. ശരി, പപ്പടത്തിന് മാറ്റിയോട് ലേസിന്. അത് ലേസിന് അടി നടന്നതല്ല, അത് 2 മയക്കുമരുന്ന് അടിച്ചിട്ട് 2 പയ്യന്മാരെ അടി കൂടിയാണ്. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിനെ കോപ്പിടിച്ച് പറയുന്നത് ഞാൻ പറഞ്ഞാൽ അല്ലല്ല. ഒരു പയ്യൻ പോകുമ്പോ ഒരു കടയിൽ ചെന്ന് ഒരാൾ സാധനം വാങ്ങുന്നു, തിരിച്ചു കൊടുക്കാൻ 1 രൂപ പുള്ളിക്കാരന്റെ കയ്യിൽ ഇല്ല. അതിന് കത്തിയെടുത്തവനെ വെട്ടാണ് ചെയ്യേണ്ടത്. ഇത് ഏത് നാടാണ്? ഇത് കേരളം തന്നെയല്ലേ? അതൊരു ജനാധിപത്യ പ്രക്രിയ. അതായത് കാശ് കൊടുത്തൊരു സാധനം വാങ്ങിയിട്ട് ബാക്കി പൈസ കൊടുക്കാൻ 1 രൂപയ്ക്ക് ഒരു രൂപ തിരിച്ചു കൊടുക്കേണ്ട കടക്കാരന്റെ ഉത്തരവാദിത്വമല്ലേ ഒരു സാധനം? ശരി, ഇപ്പൊ ഞാനായാലും ഇപ്പം ഒരു കടയിൽ പോയി എനിക്ക് 1 രൂപ തിരിച്ചു കിട്ടിയത്, ചിലപ്പോൾ അയാൾ ഒരു മുട്ട എടുത്ത് എന്റെ കൈ തരും. ചിലപ്പോൾ ഞാൻ ചോദിക്കും, ചേട്ടാ 1 രൂപ ഇല്ലേ? അപ്പൊ പുള്ളി മോനെ 1 രൂപ ഇല്ല, ചില്ലറ ഇല്ല, അത് നിന്റെ 2 രൂപ ഉണ്ടെങ്കിൽ നീ അങ്ങനെ വാങ്ങുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ അടികൊണ്ട ആവശ്യമുണ്ടോ? പറയട്ടെ, പക്ഷേ ആ 1 രൂപയ്ക്ക് പകരം ഒരാളെ വെട്ടാനുള്ള തണ്ടുറപ്പ് ഈ ലോകത്ത് ആർക്കുണ്ട്? 1-2 പേര് 1-2 കാര്യങ്ങൾ അവിടെ ചെയ്തു. 1-2 അല്ല, ഒരുപാടുണ്ട്. നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാരും നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അപ്പൊ പപ്പടത്തിനാണ് എനിക്ക് തോന്നുന്നു ഇപ്പുറത്തോട്ടുള്ള, അതായത് നോർത്ത് കേരള എന്ന് പറയുന്ന ഒരു ടീമുണ്ടല്ലോ. അതായത് നമ്മൾ തെക്ക് വരും, അപ്പുറത്ത് നോർത്ത്. അപ്പം അവര് പറയുന്നത് കേരളത്തില് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഈ ജില്ലയിലേക്ക് റേഷനായിട്ട് പപ്പടം കൊടുക്കണം എന്ന് പറയുന്ന അഭിപ്രായം വരുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ട്. അതായത് റേഷൻ കടയിൽ പപ്പടം കൊടുക്കണം എന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളൊക്കെ ഈ പലരും പപ്പടത്തിനും എല്ലാത്തിനും അടി ഉണ്ടാക്കുന്നു. അപ്പൊ ഈ പപ്പടം എന്ത് പഠിച്ചു? അല്ല, നല്ല പപ്പടം കൊടുക്ക ഒരു കല്യാണത്തിന് ഒന്നാലോചിച്ചു. പപ്പടത്തിനാണോ പ്രശ്നം? എത്ര നാൾക്ക് ശേഷമായിരിക്കും നല്ലൊരു സദ്യ കഴിക്കാൻ വേണ്ടി ഒരു കല്യാണത്തിന് പോകുന്നത്? ആ കല്യാണത്തിന് 10 രൂപ ഉള്ളൂ. മറ്റേ കടയിൽ പോയി ഒരു പപ്പടം വാങ്ങാൻ വീട്ടിൽ 10 നേരം ചുട്ട് കഴിക്കുക പപ്പടം. സദ്യയുടെ കൂടെ പപ്പടം കിട്ടുന്നത് വീട്ടിൽ പപ്പടം കഴിച്ചാൽ മതി. അങ്ങനെ നീ വീട്ടിൽ ഇരുന്ന് പപ്പടം തിന്നാ പോരെ? കഴിക്കുന്നതിനാണ് കല്യാണത്തിന് വരുന്നത് പപ്പടം കഴിക്കാനാണോ? കല്യാണം കൂടാനാണ്. ആഹാരമൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഒരു കല്യാണത്തിന് വന്ന് കല്യാണം കൂടാൻ, നല്ല പപ്പടം കഴിക്കാനല്ല പോകണം. കല്യാണത്തിന് നല്ലൊരു എനിക്കറിയാം. ഞാൻ തിരുവനന്തപുരത്ത് എത്ര സദ്യയിലും എനിക്ക് എന്തൊക്കെ ആഹാരം കിട്ടാതെ പോയിട്ടുണ്ട്. ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടുണ്ടോ? നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണ്ടേ? അല്ല, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ഇതാണെങ്കിൽ പപ്പടം കിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം. ഇതൊരു കല്യാണത്തിന് പോയിട്ട് പപ്പടം കിട്ടില്ലെന്ന് അവന്റെ മണ്ടേ കയറാൻ പോയാൽ പിന്നെ ഇതൊക്കെ പ്രാന്തല്ലേ നാട്ടിൽ പറയുള്ളൂ. ചോദിച്ചു കാണും, കൊടുത്തു കാണത്തില്ല. ചോദിച്ചാൽ ചിലപ്പോൾ തീർന്നായിരിക്കും. നമുക്ക് എന്റെ സത്യാസന്ധം അറിയില്ല. നമ്മൾ ഈ വാർത്ത കണ്ടാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഞാൻ പഴമാണെന്ന്. അതെ
അപ്പോ പഴമാണെങ്കിലും കൊടുക്കേണ്ട ഉത്തരവാദിത്തമില്ല. ഈ വിളമ്പാട് നിൽക്കുന്ന ആള് തീർന്ന സാധനം എന്താ കൊടുക്കാൻ പറ്റും അവർക്ക്? ഇവന്റ് മാനേജ്മെന്റ് അല്ലേ ഇതൊക്കെ തീരുമാനിക്കുന്നതിന് കൊടുക്കും. നമുക്ക് ലാഭം വരുമ്പോ നമുക്ക് വിഷയമുണ്ടാവും, പ്രശ്നം ഉണ്ടാക്കാം. എന്താ പപ്പടം തരാത്തെ? ഇവിടെ ഓഫീസില് പപ്പടം കൊണ്ടുവരുമ്പോ 2-3 പപ്പടം എടുത്ത് അവസാനം പപ്പടം കിട്ടിയിട്ടില്ലെങ്കിൽ വിഷയം ഉണ്ടാകത്തില്ലേ? ഇവിടെ ഈ ഓഫീസിൽ മിക്ക ജില്ലയിലുള്ളവരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? തിരുവനന്തപുരം ഉണ്ട്, കൊല്ലം ഉണ്ട്. അരി ഉണ്ടാക്കുന്നതിന് നമ്മൾ ചോദിക്കത്തില്ലേ ചേച്ചി പപ്പടം കിട്ടില്ല എന്താ? ഇപ്പൊ പറയും കുറച്ച് ആളുകൾ കൂടുതൽ കഴിച്ചു, അപ്പൊ നമുക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാവത്തില്ലേ? വിഷമം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അടിക്കാനാണ്. ആ വിഷമം കൂടുന്ന ചില ആളുകൾ ചിലപ്പോ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോ ആറ്റിറ്റ്യൂഡ് കാണിക്കും. അല്ല ഇതൊക്കെ എല്ലാവർക്കും ഉള്ളിലുള്ളതല്ലേ. ഇതൊക്കെ ചില ആളുകൾക്കുള്ളിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ ആറ്റിറ്റ്യൂഡ് വിഷയം, ഈ ഈഗോ വിഷയം, പപ്പടത്തിന് വേണ്ടി ഈഗോ വിഷയമൊക്കെ കാണിക്കുന്നവരൊക്കെ എന്ത് പറയണം? ഇതൊന്നും അല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മേളിലാണ്. ഈ നമുക്ക് ഒന്നും കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു പോകണം. അതായത് ഒരു കാര്യം കൃത്യമായിട്ട് ഇപ്പോ ഒരു കടയിൽ ചെല്ലുകയാണ്, ആ കടയിൽ ചെല്ലുമ്പോൾ നമ്മള് ദോശ ചോദിച്ചു, ദോശ തരാന്ന് പറഞ്ഞു, എല്ലാവർക്കും ദോശ കൊടുത്തിട്ട് നമുക്ക് ദോശ തരാൻ നമുക്ക് ദേഷ്യം വരുന്നില്ലേ? ചോദിക്കാം, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്നത്. അതെ, അവിടെ നമുക്ക് ചോദിക്കാം. അങ്ങനെ വരുന്ന സംഘർഷങ്ങളാണ് പിന്നീട് അടിയിലേക്ക് വരുന്നത്. ഞാൻ ഇടയ്ക്ക് ഒരു ഷൂട്ടിനായിട്ട് ഇവിടെ ആതിരപ്പള്ളിയിൽ ഷൂട്ടിന് പോയപ്പം അവിടെ നമ്മളെല്ലാം കൂടി ഇരിക്കുന്നു. പൈസ കൊടുത്താണ് വാങ്ങുന്നത്. നമ്മൾ കറി വാങ്ങിച്ചു. 2ാമത് കറി വെച്ചപ്പോൾ ഗ്രേവി തന്നില്ല. എന്തോന്നു, എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പുള്ളി എടുത്ത് ചേട്ടാ ഗ്രേവി എവിടെ? പുള്ളി എന്റെ ചൂടായി, നമ്മൾ തമ്മിൽ അടിയായി. ഞാൻ കുപ്പിയൊക്കെ എടുത്ത് എന്നെ മണ്ട അറിഞ്ഞു കൊടുത്തു. നല്ല ഭയങ്കര അടിയായി. അങ്ങനെ പോലീസ് ഒന്നാണ് പിന്നെ വിഷയം തീർത്ത് സോൾവ് ആക്കി വിട്ടു. തിരുവനന്തപുരം. അല്ല ഞാൻ പറഞ്ഞത് പൈസ കൊടുത്ത് വാങ്ങിച്ചത്. പൈസ കൊടുത്ത് നമ്മൾ കറി വാങ്ങിച്ചിട്ട് അതിന്റെ ഗ്രേവി തരാൻ പറ്റില്ല എന്ന് കടക്കാരൻ പറഞ്ഞു. അപ്പൊ ചോദ്യം ചെയ്യണ്ടേ? അത് ചോദിക്കുന്ന ആവശ്യമുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ കൊടുത്ത് എനിക്ക് സാധനം വെച്ചിട്ട് തരുമെന്ന് പറഞ്ഞ പിന്നെ എന്താണ്? ഇത് തന്നെയല്ലേ കാര്യമുണ്ട്. ഇല്ല പപ്പടം എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് പപ്പടം അല്ല, കൊല്ലത്ത് നടക്കുന്ന ബാക്കി കാര്യങ്ങൾ ഈ ഇതുപോലെ എത്ര വിഷയങ്ങൾ നടക്കുന്നു. നേരത്തെ 1 രൂപയുടെ കാര്യം ചോദിച്ചു, അവ കഷ്ടപ്പെട്ടുണ്ടാക്കി 1 രൂപ വെട്ടണോ അതിനടുത്ത്? വെട്ടണോ? ഞാൻ വെട്ടാൻ പോയെന്ന് എനിക്ക് കിട്ടില്ലെന്ന് പറഞ്ഞു. ഗ്രേവി എടുത്ത് തലയേറിയതൊന്നും വെട്ടുന്നതൊക്കെ ഏകദേശം സാധാ പ്ലാസ്റ്റിക് കുപ്പി. ഞാൻ മറ്റേ കുപ്പി എടുത്ത് തല മണ്ടടിച്ച് പൊട്ടിച്ചൊന്നുമില്ലല്ലേ? കുപ്പി എടുത്ത് തല എറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്നും തന്നെയാണ്. ആ സമയത്ത് അവൻ നിന്നെ അടിച്ചു കഴിഞ്ഞാല് വലിയ സംഘർഷത്തിലേക്ക് ഒത്തില്ല. ഒന്നും ഒതുങ്ങില്ല. അതിന് മയത്തിൽ പോയി അവിടെ അത് വലിയൊരു വിഷയം. ഇപ്പൊ ഞാൻ തന്നെ പല കടയിലും ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതായത് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ നമ്മൾ ഒരു ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ വല്ലതും വാങ്ങിച്ചു, എന്നിട്ട് ഗ്രേവി ചോദിക്കുമ്പോൾ ഗ്രേവി തരുന്ന പറയാ. അത് വലിയൊരു നീതികേടാണ് സത്യത്തിൽ. ഗ്രേവി കൊടുക്കത്തില്ല. ഇതാണ് മിക്കടുത്ത പ്രശ്നം. നമ്മൾ വാങ്ങുന്നത് പൈസ കൊടുത്ത് വാങ്ങുന്നത് നമ്മൾ 2ാമത് ചോദിക്കുമ്പോൾ അത് തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താണ്? അതെ, നമ്മൾ ആലുവയിലാണ്. ആലുവയിൽ എത്ര കടകളിൽ ഗ്രേവി കൊടുക്കും? വളരെ എനിക്കൊന്ന് കുറച്ച് കടകൾ മാത്രമേ സൗജന്യമായിട്ട് ഗ്രേവി കൊടുക്കത്തുള്ളൂ. പക്ഷെ അതൊക്കെ കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ കൊല്ലത്ത് ഏത് തട്ടുകടയിൽ പോയി കഴിഞ്ഞാലും ഗ്രേവി കിട്ടും. തിരുവനന്തപുരത്ത് കിട്ടും. അതെ, തിരുവനന്തപുരത്ത് കിട്ടും. ഗ്രേവി മാത്രമല്ല, ചിലപ്പോൾ അതിനകത്ത് ചിക്കൻ പീസ് കാണും, എല്ലുകറി കാണും, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണും. സാമ്പാറും ചമ്മന്തിയൊക്കെ കാണും. പക്ഷെ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ സാമ്പാറിന് വാങ്ങുന്നത് 30 രൂപയാണ്. സാമ്പാറിന് 30 രൂപ ഞാൻ കാണിച്ചിട്ടുണ്ട്. സാമ്പാറിന് 30 രൂപ. ഞാൻ ഒരു ദിവസം അപ്പൊ ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യട്ടെ. ഒരു കടയിൽ ചെന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിനൊക്കെ പോട്ടെ 10 രൂപ വാങ്ങിച്ചോട്ട് നമ്മൾ ചോദ്യം ചെയ്യാൻ പോയാൽ അവരും പറയുന്നത് സാമ്പാർ ചുമ്മാ കിട്ടുന്നില്ലെന്ന് അവരും പറയുന്നുണ്ട്. ഞാൻ ചോദ്യം ചെയ്തതാണ്, ചേട്ടാ സാമ്പാറിനൊക്കെ 30 രൂപ വാങ്ങാൻ ഇഷ്ടമല്ലേ? സാമ്പാർ ചുമ്മാ ഇരുന്ന അടുക്കളയിൽ തിളയ്ക്കൂലല്ലോ മോനെ. ഇതിലും മറ്റേ മലക്കറി വാങ്ങിച്ചാലല്ലേ സാധനം സാമ്പാറായിട്ട് മാറുള്ളൂ. അപ്പൊ എനിക്ക് അതിന്റെ പൈസ കിട്ടിയാലല്ലേ എനിക്ക് മലക്കറി വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ കടകളുടെയും ഇത് രീതികൾ മാറണം. ഇപ്പോൾ ഗ്രേവി നമുക്കറിയാം, നമ്മൾ എല്ലാ കടയിലും പോയി കഴിഞ്ഞാൽ ചേട്ടാ 3 പൊറോട്ടയും ഗ്രേവി അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കടയിൽ ഗ്രേവി തരത്തില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. മാനസികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവും. സാധാരണപ്പെട്ട മനുഷ്യർ ജീവിച്ചുകൊണ്ട് ഇപ്പൊ 10 രൂപ 20 രൂപയൊക്കെ വാങ്ങിക്കുന്നുണ്ട്, തെറ്റില്ല. അല്ലെങ്കിൽ ഗ്രേവിക്ക് നിങ്ങൾ 5 രൂപ വാങ്ങിക്കുക, അല്ലെങ്കിൽ 10 രൂപ വാങ്ങിക്കുക, അതിന് തെറ്റില്ല. പക്ഷേ നമ്മൾ ഈ ചിക്കൻ ഫ്രൈയും അല്ലെങ്കിൽ ബീഫ് ഫ്രൈയും ഇതെല്ലാം വാങ്ങിച്ചതിന് ശേഷം തൊട്ട് കഴിക്കാൻ ചാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമാണ്. ഓക്കെ, അതൊരു വിഷയമായിട്ട് നമുക്ക് മാറ്റി നമുക്ക് നമ്മളെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഈ പപ്പടം കിട്ടില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് അതൊരു ധാർമ്മികമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങളാണ്. അതായത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പായസത്തിൻ്റെ കൂടെ ആയിരിക്കും എനിക്ക് പപ്പടം ഇളക്കി കഴിക്കാൻ ഇത് തോന്നുന്നത്. ആ സമയത്ത് പപ്പടം ഇതിലില്ലെങ്കിൽ, പഴമില്ലെങ്കിൽ
നമുക്കത് ഫുൾഫിൽ ആവത്തില്ലല്ലോ. ഒരു സദ്യ എന്ന് പറയുമ്പോൾ കല്യാണത്തിന് നമ്മൾ സദ്യ കഴിക്കാനാണ് പോകുന്നത്, കല്യാണം കൂടാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് കല്യാണ സദ്യയിൽ പോയി അത്ര അടി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ തെള്ളുണ്ടാക്കുന്നത്? എത്ര മണിക്കൂർ നിന്നിട്ടായിരിക്കും ഒരു കല്യാണത്തിന് സദ്യ കഴിക്കുന്നത്? ഇത്രയും മണിക്കൂർ അല്ല, നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും മണിക്കൂർ നമ്മൾ നിന്ന് തിക്കും തിരക്കും കൊണ്ട് അകത്ത് നമ്മൾ സദ്യ കഴിക്കാൻ ചെന്നിട്ട് സദ്യക്ക് ചോറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ചു. അതേപോലെ തന്നെയാണ് സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പപ്പടം. ശരിയാണ്. ഈ ചോറില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയിട്ട് സമ്മാനത്തോടെ തിരിച്ചു പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ പോകണമെന്നുണ്ടോ? ഞാൻ വരെ പോയിട്ടുണ്ട്. എല്ലാവരും പോകുന്നില്ല. എന്നാൽ എല്ലാ ദിവസവും പ്രശ്നങ്ങളാണ്. ഇപ്പൊ എല്ലാ ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? 1 or 2 ദിവസം ഒരു വാർത്ത കേൾക്കുന്നു, പപ്പടത്തിന് തല്ല് അല്ലെങ്കിൽ പഴത്തിന്. ഒന്നാമത്തെ പന്തിയിൽ തന്നെ ചിലപ്പോൾ ഈ വഴക്കുണ്ടാക്കുന്ന ആള് ചിലപ്പം ഒരുപക്ഷെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ചാർജായി നിന്നൊക്കെ ആയിരിക്കും വഴക്കുണ്ടാക്കുന്നത്. നമുക്ക് എല്ലാം പറയാൻ പറ്റുമോ? അവൻ തുടങ്ങുന്ന വഴക്ക് പിന്നെ അവന്റെ കൂട്ടുകാർ ഇടപെടും, പിന്നെ അവന്റെ അച്ഛൻ ഇടപെടും, പിന്നെ അവന്റെ അമ്മ ഇടപെടും, പിന്നെ അവന്റെ നാട്ടുകാർ ഇടപെടും, മാമൻ. ഇങ്ങനെയാണ് കൂട്ട് തല്ലാവുന്നത്. ഈ അതിനകത്തുകൊണ്ട് അതായത് ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പൊ വിളമ്പാൻ നിൽക്കുന്നത് ചിലപ്പോൾ കുടുംബക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ കുടുംബക്കാർ എടുക്കുമ്പോൾ ചേട്ടാ ഒരു പപ്പടം എന്ന് പറയുമ്പോഴത്തേക്കും ഇല്ലേ, നീ വേണമെങ്കിൽ പപ്പടം ഇല്ലാതെ ചീത്ത പറയും, മൂഞ്ചിയാ മതി, അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ പറയും. അല്ല, സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ അതൊന്നും വലിയ ചീത്തയായിട്ട് എല്ലാരും പറഞ്ഞു കേൾക്കുന്നതുകൊണ്ട് നമുക്കത് ചീത്തയാണെന്ന് നമുക്ക് തോന്നത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നീ ഇത് എനിക്കൊരു കോമഡി ഓർമ്മ. കല്യാണ രാമനില്ലേ, ചേട്ടാ കുറച്ച് ചോറ് ഈ ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴാണ് വിഷയം വരുന്നത്. അപ്പുറത്തെ ഇല നോക്കുമ്പോ ചിലടത്ത് പോകുമ്പോ ചില കേറ്ററിംഗ് പിള്ളേരുടെ ആറ്റിറ്റ്യൂഡ് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവൻ്റെ ഒരു പപ്പടം ചോദിച്ചു, അവൻ മൈൻഡ് ചെയ്യാതെ പോയി. അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലുണ്ട്. അതെ, ചിലവരൊക്കെ അത് പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ പല സ്ഥലത്ത് കണ്ടുള്ളത്. ചിലവരുടെ ഒരു പപ്പടം തേടാ, പപ്പടം ഇല്ല, പപ്പടം ഇനി കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം ചെറുക്കനും പെണ്ണും കഴിക്കാറുണ്ട്. അപ്പം അവൻ പോയി കഴിഞ്ഞാൽ അടുത്തോളം പറയണം, ഇവ എന്ത് മറ്റാണ് കാണിക്കുന്നത്, ഇവനാ മറ്റേ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി. ഒരു പക്ഷെ അവ അന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിന്ന് ചിലപ്പോൾ അതിൽ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ മറ്റവന്റെ ജോലി പോകും, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇതിനിടയ്ക്ക്. ജോലി പോകുന്ന മാത്രമല്ല, ചില ആളുകൾ ഇപ്പൊ എല്ലാ കാറ്ററിംഗ് ആളുകൾ എന്നും പറയുന്നത്, കാരണം ഞാനും കാറ്ററിംഗ് നിന്ന ആളാണ്. അല്ല, ഞാൻ എന്റെ ചെറിയ പ്രായം തൊട്ട് ഞാൻ മിക്കവാറും എല്ലാ കാറ്ററിംഗിന് വേണ്ടി പോകുന്നതാണ്. അപ്പൊ നമുക്കറിയാം ചില ആളുകൾ, അതായത് ചില വിളമ്പാനിരിക്കുമ്പോൾ ചില ആളുകളുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രണ്ടാമത് പപ്പടം വേണം, രണ്ടാമത് പഴം വേണം, രണ്ടാമത് കറികൾ വേണം. ഓക്കെ, കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്, നമ്മൾ അതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ വർക്കിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ചില കാറ്ററിംഗ് ചെയ്യുന്ന പയ്യന്മാർ അവര് പൈസക്ക് വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. അവർക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അപ്പോൾ മോലെ 2 പപ്പടം എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും അപ്പൂപ്പന്മാരായിരിക്കും ചോദിക്കുന്നത്, വേണമെങ്കിൽ നീ അതില്ലാതെ തിന്നാ മതി. മുമ്പ് ഒരു കാര്യമുണ്ട്. ഇതിന് മുമ്പ് മുതലാളി ഇവരോട് പറയും, സാധനം കുറവാണ്, ഒന്ന് പിടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പപ്പടം ഒന്ന് രണ്ടാമത് കൊടുക്കരുത്, കാരണം ലാസ്റ്റ് ചെറുക്കനും പെണ്ണും വരുമ്പോൾ അവർക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് ഒന്ന് ഇതിൽ കൊടുക്കണം. അപ്പൊ അവർക്ക് അത് കേട്ടല്ലേ പറ്റുള്ളൂ, കാരണം അവരുടെ ജോലിയാണ്. ഇവരാര് പറഞ്ഞേക്കണം, ഇവർ മുതലാളി പറഞ്ഞേക്കണോ അതോ വന്നിരിക്കണം പറഞ്ഞേക്കണോ? അല്ല, സ്വാഭാവികമായിട്ട് അല്ല, ഇതൊക്കെ കുടുംബ പ്രശ്നങ്ങൾ. ഇപ്പൊ നമ്മൾ ഇന്നലെ കണ്ട വിഷയമാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് കുടുംബ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പഴത്തിന്റെ പേരിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളും ഇത്തരത്തിൽ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളല്ല. പിന്നെ ഇത് ചില കടകളിലെ ചില ആറ്റിറ്റ്യൂഡാണ്. ഇപ്പം കപ്പലിന്റെ തന്നെ എരിവുള്ള കപ്പലിന്റെ എന്ന് പറഞ്ഞിട്ട് എരിവില്ലാത്ത കപ്പൽ കൊടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മൾ ഒരു ആഹാരം ഓർഡർ ചെയ്യും ഒരു കടയിൽ ചെന്നിട്ട്. ഇപ്പോൾ എനിക്കറിയാം നമ്മുടെ ക്യാമറമാനായിട്ടുള്ള രോഹിത് ചില സമയത്ത് ചെന്നിട്ട് ഈ സുഷ്വ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് നല്ല എരിവുള്ള ഫ്രൈഡ് റൈസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ശുഷ്വ. അപ്പോൾ അത് കഴിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും സാധാ ഫ്രൈഡ് റൈസ് കൊണ്ട് വെച്ചാൽ എന്ത് പറയും? നമ്മൾ ആഗ്രഹിച്ചായിരിക്കും എനിക്കത് മതി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിരുന്നിട്ട് ഈ സാധനം കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതൊക്കെ നമുക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. അല്ല, ഇൻട്രോവേർട്ടുകളൊക്കെ ആണെങ്കിൽ കഴിച്ചിട്ട് പൈസ കൊടുത്തിട്ട് പോവാം, അല്ലെങ്കിൽ അടുത്ത വട്ടം ഒരുപാട് പേരുണ്ട്. പക്ഷേ എക്സ്ട്രാ ആക്റ്റീവ് ആയിട്ടുള്ള ഒരുത്താണെങ്കിൽ എന്ത്, ഇപ്പൊ ഞാൻ ചേട്ടാ ഞാൻ ഇതല്ല പറഞ്ഞു, എനിക്ക് വേറെ സാധനം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തിടും. അല്ല, അങ്ങനെ കൊടുക്കണം. എക്സ്ട്രാ ആക്റ്റീവ് ആയിട്ടുള്ള ഞാൻ ഈ സാധനം പറഞ്ഞു പഴക്കമുണ്ടാക്കും. ചിലരെടുത്ത് എറിയും. ഇടയ്ക്ക് ഒരു കടയിൽ എവിടെ കൊച്ചിയിലാണെന്ന് തോന്നുന്നു, മറ്റേ ഈ KFC കടയിൽ കയറിയിട്ട് മറ്റേ അവന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, അവൻ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് അവിടുത്തെ മാനേജറാണ്, മാനേജർ കത്തി എടുത്തു വന്നു. അതായത് കോളേജിലെ പിള്ളേർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പീസിന് വണ്ണമില്ലെന്ന് പറഞ്ഞത് നമുക്കറിയാം. ഒരു KFCയിൽ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന പീസുകൾ വലുതായിരിക്കണം. ചിലപ്പോൾ അവര് ഒരാഴ്ചയിലോ 2 ആഴ്ചയിലോ കൂടുമ്പോഴേക്കും അവർക്ക് ഓരോന്ന് കഴിക്കാനായിട്ട് അതെ, നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി വന്ന് കഴിക്കാൻ നിൽക്കുമ്പം ചെറിയൊരു എല്ലും കഷ്ടത്തിനകത്ത് ചെറിയൊരു സാധനം വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുമോ? ഇത് കേട്ടോണ്ട് മാനേജർ കത്തിയെടുത്തോണ്ട് പറഞ്ഞു പീസിനകത്ത് പീസ് ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക്, അതായത്
വലിപ്പമില്ല. നമ്മൾ കൃത്യമായിട്ട് നമുക്കറിയാം KFC-യിൽ കൊടുക്കുമ്പോൾ ഒരെണ്ണം വലിയ പീസായിരിക്കും, ഒരെണ്ണം ചെറിയ പീസായിരിക്കും. ഇപ്പോൾ ഒരു ചില കടയിൽ ചെന്ന് കഴിഞ്ഞാൽ 2 ചെറിയ പീസാണെങ്കിൽ ഒരു എക്സ്ട്രാ പീസും കൂടെ വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കട വെച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വലിയൊരു വിഷയമാണ്. അപ്പോൾ KFC ആണെങ്കിലും ഏത് സ്ഥാപനമാണെങ്കിലും കൊടുക്കുമ്പോൾ ഉപഭോക്താവിന് വയറ് നിറയുന്ന അതെ, ഒരാൾ ഒരു ഹോട്ടലിൽ കയറി ചെറിയ പൈസയല്ല വാങ്ങിക്കുന്നത്, ചെറിയ പൈസക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഓക്കെ നമുക്ക് സമ്മതിക്കാം. ഇപ്പോൾ ചെറിയ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 150 രൂപയ്ക്കൊക്കെ നമുക്ക് KFC പോലത്തുള്ള ചിക്കൻ ഇത് കിട്ടും. പക്ഷെ KFC ഒന്നും കഴിക്കാൻ പറ്റില്ല. അതെ, അതിന് പ്രത്യേക രുചി ഉണ്ടായതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴും പോയി വലിയ പൈസക്കാണ് വാങ്ങിക്കുന്നത്. 100-100 രൂപയാവും ചെറിയൊരു ക്വാണ്ടിറ്റി വാങ്ങിക്കണമെങ്കിൽ തന്നെ. അപ്പോൾ അതിനകത്ത് പീസ് ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആഹാര സാധനങ്ങൾ അത് നമ്മൾ ചോദിച്ച് വാങ്ങിക്കേണ്ടത് ഒരു കാര്യമാണ്. ഇപ്പോൾ കൊല്ലത്ത് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു, ആലപ്പുഴയിൽ ഇങ്ങനെ പ്രശ്നം നടന്നു, തിരുവനന്തപുരത്ത് ഇങ്ങനെ പ്രശ്നം നടന്നു. അപ്പം ഇനി നമ്മളെ ആക്ഷേപിക്കാനായിട്ട് വരുന്ന ആളുകൾ കൂടുതലും ഇപ്പുറത്തെ ഭാഗത്തു നിന്നുള്ള ആളുകളായിരിക്കും. പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തീരാവുന്നതേ ഉള്ളൂ. അല്ല, അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇത് മുമ്പ് എല്ലാ ജില്ലയിലും ഇതേപോലത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇതല്ല, ഇതിന്റെ രൂക്ഷമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ കൊല്ലത്ത് നടക്കുന്ന ഈ വിഷയങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ജനങ്ങൾ അറിയുന്നത്? പോലീസിൽ കേസ് ഫയൽ ചെയ്യുന്നു, പറയാൻ കൂടുതൽ ആളുകൾ തയ്യാറാവുന്നു. ഇപ്പൊ കോഴിക്കോട് അവിടെയൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട്, പുറത്തു പറയുന്നില്ല. ഇപ്പൊ ഒരാൾ വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ എല്ലാവർക്കുള്ളിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഒരു റിപ്പോർട്ടർ വരണമെന്നില്ല, ഒരു ന്യൂസ് ചാനലിന് അവിടെ എത്തണമെന്നില്ല. ഒരാൾ അവിടെ നിന്ന് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അവന് കയറിയാണ് ലൈക്ക്, അവിടെ നിന്നാണ് പിന്നെ ന്യൂസ് ചാനൽ എടുത്ത് അതിനിട്ട് അലക്കുന്നത്. അതെ, അപ്പൊ എന്ത് തന്നെയാണെങ്കിലും പപ്പടത്തിന്റെ പേരിൽ അടി ഉണ്ടാക്കുന്നതിനകത്ത് ചില കാരണം അല്ല, ഞാൻ പറയാം ഒന്നിന്റെ പപ്പടം എന്ത് പഴച്ചു എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ പപ്പടം ഒരു ഫാക്ടറാണ്. വേറെ കമന്റ് ഉണ്ട്, ഈ ഇവര് അടികൂടി ഇടയ്ക്ക് പപ്പടം പൊടിഞ്ഞു കാണുമോ എന്തോ. അതെ, നമുക്കറിയാം പായസത്തിലൂടെ പപ്പടം ഇട്ട് കഴിക്കുമ്പോൾ ഫുൾഫിൽമെന്റ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ ചില നോർത്തിലുള്ള, അതായത് കോഴിക്കോട് അങ്ങനെ മേഖലയിലുള്ള ആളുകൾ കൃത്യമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഈ ഭാഗത്തേക്കൊക്കെ റേഷൻ കടയിൽ നിന്നും പപ്പടം സപ്ലൈ ചെയ്യണം. അതായത് സർക്കാർ കൊടുക്കുന്ന റേഷൻ കടയില്ലേ, അപ്പോൾ അവിടെ നിന്നും കൊല്ലംകാരെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, സർക്കാർ അങ്ങനെ റേഷൻ കടയിലൂടെ പപ്പടം കൊടുത്തു കഴിഞ്ഞാൽ നല്ല പപ്പടം കിട്ടിയില്ലെങ്കിൽ റേഷൻ കട തല്ലിപ്പൊളിക്കും. ഇപ്പൊ കൊല്ലംകാരനോ തിരുവനന്തപുരംകാരനോ ഇപ്പുറത്ത് നിൽക്കുന്നതിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാവരും പാവങ്ങളാണ്. അതെ.